ഒരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹം ഈ ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യം മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത്. 98 സീതാറാം കേസരിയെ എങ്ങനെയാണ് അല്ലെന്താ മോശമാണോ, അശ്ലീലമാണോ? ഒന്നുമല്ലല്ലോ. എന്താ അശ്ലീലമാണോ? അത് എന്താ? അത് നിരോധിക്കപ്പെട്ട വാക്കാണോ? നിരോധിക്കപ്പെട്ട വാക്ക് എന്നുള്ളതല്ല, അത് അങ്ങ് വളരെ ബഹുമാനത്തോടെ ഉപയോഗിച്ചൊരു വാക്കാണോ? അൺപാർലമെന്ററി ഒന്നും അല്ലല്ലോ. ബഹുമാനത്തോടെ ഉപയോഗിച്ച വാക്കാണോ? സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പ്രസാധകന്റെ തനിനിറം പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ആയിക്കോട്ടെ പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്ന പുറത്തു വരുന്ന വാക്കുകൾ. ഒരു പ്രസാധകനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നതമായ നിലവാരം പുറത്തു വിശ്വസിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തേക്ക് വമിക്കുന്ന വിഷവും വാക്കുകളൊക്കെ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ നിലവാരം എന്ന് പറയുന്നത്. പിന്നെ കുരുക്ഷേത്ര പ്രകാശൻ അദ്ദേഹം എങ്ങനെ പുറത്തായിന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. RSS എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി, കുരുക്ഷേത്ര പ്രകാശനെ അടിച്ചു പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയ സാഹചര്യം കുരുക്ഷേത്ര പ്രകാശനെ എങ്ങനെ പുറത്താക്കി RSS എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം വന്ന RSSനെതിരെ വിമർശിക്കുന്ന ആളാണല്ലോ. അന്ന് അദ്ദേഹം RSS നേതാക്കളെ കുലഭ്യം പറഞ്ഞു നടന്നിരുന്ന ആളാണല്ലോ. കുരുക്ഷേത്ര പ്രകാശിൽ അങ്ങേ അടിച്ചു പുറത്താക്കിയപ്പോ അങ്ങ് RSS നേതാക്കളെ കുലഭ്യം പറഞ്ഞ് നാളുകൾ നടന്നിരുന്ന ആളാണല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട, അങ്ങയുടെ ചരിത്രം എന്നോട് പറയിപ്പിക്കണ്ട. അങ്ങ് വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ടാണ്. എനിക്ക് അങ്ങയോട് യാതൊരു എതിർപ്പില്ല. കാരണം അങ്ങയുടെ പണിയെടുപ്പ് എന്താ നന്നായിട്ട് നമുക്കറിയാം. അങ്ങയുടെ പണി എന്താ നന്നായിട്ട് അറിയാം. അങ്ങയുടെ പണി എന്താണ് നന്നായിട്ട് RSS മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയത്. നിങ്ങളിപ്പോ വലിയ RSS നടക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പുറത്താക്കിയതല്ലേ, നിങ്ങളെ കുരുക്ഷേത്ര പ്രകാശനെ അടിച്ചു പുറത്താക്കിയതല്ലേ. കുരുക്ഷേത്ര പ്രകാശൻ എന്ന് പറയുന്ന RSSന്റെ പ്രസിഡന്റ് അടിച്ചു പുറത്താക്കിയതാ. മാധു അടിച്ചു പുറത്താക്കിയതിന്റെ കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയുന്നില്ല, അത് അവര് പറഞ്ഞോട്ടെ. അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് കള്ളന്മാര് തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവർ തമ്മിൽ തീർത്തോട്ടെ. അത് അവരുടെ പ്രശ്നമാണ്. കുരുക്ഷേത്ര പ്രകാശിന്റെ പണം എങ്ങനെ നഷ്ടപ്പെട്ടു, എങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഷയും കേട്ടല്ലോ. ധീരവാദം പറയരുത്. RSSന്റെ പ്രസിദ്ധീകരണ സ്ഥാപനത്തിന് അടിച്ചു പുറത്താക്കിയ ഒരാള് ധീരവാദം പറയരുത്, വീരസ്യം പറയരുത് എന്നേ പറയുന്നുള്ളൂ. വീരവാദവും വീരസ്യവും പറയരുത്. ഇയാളൊരു കോപ്പുമല്ല, ഇയാളെ ഒന്നുമല്ല. ഇയാളെ പുറത്താക്കിയതാണ് RSS. ഇയാളെ RSS പ്രസിദ്ധീകരണ സ്ഥാപനം പുറത്താക്കിയതാ. കുരുക്ഷേത്ര പ്രകാശനെ പുറത്താക്കിയ ആളാണ്. അതിലപ്പുറം ഒന്നുമല്ല. ഇയാളൊന്നുമല്ല. ഇയാൾക്ക് കഷ്ടപ്പെട്ട് ജീവിച്ച സാഹചര്യം എങ്ങനെ ഉണ്ടായി? അവിടെ പുറത്താക്കിയത് കൊണ്ടാണ്. അവിടുന്ന് മൃഷ്ടാനം പൂജിച്ച് ജീവിക്കുകയായിരുന്നു. കുരുക്ഷേത്ര പ്രകാശനം മൃഷ്ടാനം പൂജിച്ച് അതിനെ നഷ്ടത്തിലാക്കി തകർച്ചയിലേക്ക് നയിച്ച അവിടെ പുറത്താക്കപ്പെട്ട ആളാണ്. അന്ന് നിങ്ങളാരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? നിങ്ങളാരാണ് എന്റെ പശ്ചാത്തലം ചോദ്യം ചെയ്യാൻ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു കിട്ടും. നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് BP കൂടണ്ട. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ വെള്ളി വീഴുന്നുണ്ട്, ശബ്ദത്തിൽ വെള്ളി വീഴുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. BP കൂടണ്ട. നിങ്ങൾ ആരാണ് ജനങ്ങൾ മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. BP കൂടണ്ട. വെള്ളം കുടിക്കാൻ കൊടുക്കുക. ടെൻഷൻ ആവണ്ട. ഒരു മനുഷ്യൻ വെള്ളം കൊടുക്കുന്നു. അയാളെ വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പുറത്താക്കി എനിക്കറിയാം. നിങ്ങൾ ഒരു മാലിന്യം കളിക്കണം. നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് നിങ്ങൾ അടിച്ചു, തിരിച്ച് അങ്ങോട്ടും അടിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ കേട്ടോ, നിങ്ങൾ തിരിച്ചു അടിച്ചു. എവിടെ നിങ്ങൾ നിങ്ങളോട് മാത്രം വലിയ ആളല്ലേ. നിങ്ങളൊന്നുമല്ല, നിങ്ങൾ ഒരു ഒപ്പമല്ല, നിങ്ങളൊന്നുമല്ല, നിങ്ങളൊന്നുമല്ല. നിങ്ങളെ കീഴടക്കാത്തോണ്ടല്ലേ അതിൽ വ്യക്തിപരമായ സവിശേഷതകൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. പറ്റും. അയാൾ ഷുഗർ ലെവൽ ആണ് പോകുന്നുണ്ട്. അയാളെ സഹായിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളം കൊടുക്കും. ശബ്ദങ്ങളെ കംപ്ലീറ്റ് വെള്ളി കണ്ടില്ലേ മാധു? ഇയാളെ അങ്ങനല്ലേ നിങ്ങൾ
ഞാൻ RSS നിങ്ങൾ അന്തസ്സായിട്ടാണ് പുറത്താക്കിയില്ലേ? ജോലി ചെയ്താണോ ജീവിക്കുന്നത്? RSS അല്ലാതെ നിങ്ങൾ നാട്ടുകാരെ പുറത്താക്കിയോ? പറ്റിച്ചല്ല. അല്ലല്ല, ഈ നിലയ്ക്കല്ല നിങ്ങൾ എന്തിനു പുറത്താക്കി? എങ്ങനെ നിങ്ങൾ എന്തിനു ജീവിക്കുന്നു തുടങ്ങിയ പുറത്താക്കി? കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല ഈ ചർച്ചയുടെ ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു.